ഹൈ ഫ്ലോറിംഗിലൂടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഏത് മെറ്റീരിയൽ സെലക്ട് ചെയ്യണം, എങ്ങനെയുള്ള മെറ്റീരിയൽ സെലക്ട് ചെയ്യണം കുറിച്ചൊക്കെ ചെറിയ വീഡിയോസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി വിശദമായിട്ട് നമുക്ക് ഓരോന്നോരോന്ന് വരാം, വഴിയിൽ വരും. പക്ഷേ ഇതിൻ്റെ ഇടയിലേ ഒരാൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവർക്ക് എത്ര സ്ക്വയർ ഫീറ്റ് വേണമെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അത് മൊത്തമായിട്ട് വീടൊന്നും അളന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് ടൈം ചെല്ലുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. നമ്മൾ എത്ര വാങ്ങി, എത്ര സ്ക്വയർ ഫീറ്റ് നമ്മൾ അവരോട് പറയും, സെയിൽസ്മാനോട് എത്ര സ്ക്വയർ ഫീറ്റ് വേണമെന്നുള്ള നമ്മൾ പറയുന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ചെറിയൊരു ടിപ്പ് കേട്ടോ. നിങ്ങളുടെ വീടിന്റെ പ്ലാൻ ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ റൈറ്റ് സൈഡിൽ ബോട്ടത്തിൽ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഒരു അളവ് കാണിച്ചിട്ടുണ്ടോ, പ്രിന്റ് ഏരിയ അല്ലെങ്കിൽ ഒരു ടോട്ടൽ പ്ലാൻ എത്ര സ്ക്വയർ ഫീറ്റ് എന്നുള്ളത് കാണിക്കണം. അപ്പോൾ ഏകദേശം 1000 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ നിങ്ങൾ സെയിൽസ്മാനോട് പറയുന്നത് എന്റെ വീട് 1150 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും എന്നുള്ള പറഞ്ഞത്. കാരണം നമ്മൾ അവിടെ എത്രയാണ് അളവ്, അതിനകത്ത് ഒരു 150 സ്ക്വയർ ഫീറ്റ് ആഡ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ അതിനകത്ത് സ്റ്റെയർ കേസ്, അതുപോലെ ഫ്രണ്ടിലെ സ്റ്റെപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ അവിടെ തന്നെ കൂട്ടണം. കാരണം അതിനകത്ത് നമ്മൾ മാർബിളോ ടൈൽസോ ഈ ഫ്ലോറിൽ വാങ്ങുന്ന മെറ്റീരിയൽ ആയിരിക്കില്ല വാങ്ങുക, പക്ഷേ അത് സ്കേറ്റിങ്ങിന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പോയിക്കോളും. അപ്പോൾ നമ്മൾ എത്രയാണ് സ്ക്വയർ ഫീറ്റ്, അതിനേക്കാൾ 150 സ്ക്വയർ ഫീറ്റ് കൂട്ടിയിട്ട് നമ്മളാണ് സെയിൽസ് ടീമിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് രണ്ടാമത് മെഷറിംഗ് സമയത്ത് വലിയ വ്യത്യാസമൊന്നും വരില്ല, ഏകദേശം സെയിം ആയിട്ട് തന്നെ വരാറുണ്ട് കേട്ടോ.